മര്യാദക്ക് പണിക്ക് പോയില്ലെങ്കിൽ അമ്മ നിങ്ങളായിട്ട് പോകുന്നില്ല. നീ നമ്മുടെ നിങ്ങൾ ആ പുഴയിലോട്ട് ചാടിക്കോ, നല്ല ഒഴുക്കുണ്ട്. ഇതിന് നല്ല ഒഴുക്കുണ്ട്. ശരിയല്ലേ? മൂന്ന് തന്നെ കിട്ടും. അല്ലെങ്കിലും നിങ്ങൾ എന്റെ വെള്ളം കൂടി ഞാൻ മുട്ടിച്ചിട്ടുണ്ടോ? ഞാൻ കെട്ടി ചാടിച്ചാകും. കെട്ടി ചാടില്ലേ? ചാട്. ഞാൻ ഇവിടെ നമ്മുടെ വാർഡിന്റെ ഇവിടെ രണ്ട് ചെറിയ ഞാൻ ഫോൺ ചെയ്യണം. ആ രണ്ട് എന്ത് പ്രശ്നമുണ്ടോ? കണ്ടില്ല ചോദിച്ചോ കളികളാ. ഞാൻ ഈ വാർഡ് നമ്പറാ. അതുകൊണ്ട് നമ്പറാ. അതെ ചാടി ചാവുന്നേപ്പോ ചാടി ഇന്ന് ചാടിക്കോ. നാളെ പഞ്ചായത്തിൽ നിന്ന് കിണർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആള് വരുന്നു. ഞാൻ കൊണ്ട് വലിയ കത്ത് പിന്നെ സമാധാനപ്പെടും. ഞാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്റെ സുലൈമാനില്ല എന്തായാലും സുലൈമാൻ കിണറ്റി പോയല്ലോ. നമുക്ക് രണ്ടു വന്ന് നമുക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് പുള്ളിയൊന്ന് പുറത്തെടുക്കണ്ടേ? ആ അല്ല ഐഡിയ നൂറ്റിയെട്ടിലോട്ടോ പുള്ളിക്ക് ശ്വാസം ഉണ്ടോ? നൂറ്റിയെട്ടിൽ തന്നെയാണ് വിളിക്കുന്നത്. എയർപോർട്ട് അല്ല പട്ടപ്പുള്ള ഫയർഫോഴ്സ്. ഹലോ ആ ഫയർഫോഴ്സ് ഓഫീസല്ലേ? ഞാൻ ഈ മരട് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പറാണേ. അയ്യോ അത് 2 നിലയല്ല, തൊട്ടി നില വീണപ്പോ മുഴ വന്നതാ. അതല്ല ഇത് എത്ര റിങ് വരും? ഞാൻ സംശയിച്ചോ ഇത് നിങ്ങളുടെ കിണറാണോ അടുക്കളയാണോ? ഇതിനെ വേണ്ടി സാധനം ഇതിനകത്ത് തോന്നുന്നു. ഞങ്ങള് വഴക്കുണ്ടാക്കുമ്പോ അല്ല എനിക്കറിയാൻ പറ്റും വേറൊരു കാര്യം. ഈ പുഴയിൽ ഇത്രയും വരെ ആഴമുള്ള പുഴ കിടന്ന് നല്ല ഒഴുക്ക് കൊടുത്തു. പുള്ളി എന്തിനാണ് ഈ കിടത്തി പോയിട്ടാണ്? അത് സുലൈമാനാ. എനിക്കൊന്നും ഞാൻ കാര്യം നോക്കട്ടെ. 9 മാസം ഈ അമ്മയുടെ ഗർഭപാത്രത്തിലല്ലേ കിടന്നേ? 1/2 മണിക്കൂർ കിടത്തി കിടന്നൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു 7 കിട്ടുമോ? 7 ഇല്ലയോ? പിടി.
അങ്ങോട്ട് പിടിക്കണം വാ പിടി ഇളയമാരെ ആ മുറുക്കി പിടിച്ചോ വാ പൊക്കുക ശ്വാസം ഉണ്ടോ അറിയാൻ പുള്ളി മുങ്ങി പോയാൽ ആരാണ് വെള്ളത്തിൽ പോയത് പറഞ്ഞത്? ഞാൻ ആ പുഴയിലേക്ക് കയറിട്ട് എന്നെ ഒഴുക്കാനെന്നോ അവസാനം മുങ്ങി തപ്പി പിടിച്ചത് കക്കാരുടെ സരളാണ്. ഒഴുകി വരുന്ന വാലി ഒഴുകിപ്പോയി. പിന്നെ ഒന്നും നോക്കില്ല. സരള ഭവാനിൽ അത് വെള്ളത്തിൽ കഴിച്ചില്ലേ? അതെ വെള്ളത്തിൽ പോകുന്നത് കറക്റ്റാ പക്ഷേ പുഴയിലല്ല പോയത് കാണില്ല അതെ കിണറ്റിൽ പോയ ആളെ ഞങ്ങൾ പൊക്കി കയറ്റിയായിരുന്നു ആ കയറ്റിയായിരുന്നു അയ്യോ, എന്നെ രക്ഷിക്കാൻ പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കണം. ആരാണ് നിങ്ങ ഗവർണർ വരുന്നത്? ആരെ കാണാനാണ് വന്നത്? ഞാനാണ് മാവേലി, കേരളത്തിന്റെ പഴയ ചക്രവർത്തി. അത് ശരി, എന്താണ് ഗവർണറാണ് വരുന്നത്? പാതാളത്തിൽ നിന്ന്. ആ ഗംഭീര പങ്കിട്ട് വന്നത് മനെ ഇവിടെ നമ്മുടെ പ്രജകൾക്കെല്ലാം ക്ഷേമം തന്നെയാണോ എന്ന് നോക്കുവാൻ വേണ്ടി വന്നതാണ്. അല്ല മനെ, ഒരു കാര്യം കേൾക്കട്ടെ. ഈ പരിചക്കെല്ലാം പങ്കിട്ട് വന്നതിനാണ് ഈ പാതാളത്തിൽ സുഖമൊന്നുമില്ലേ? ആ പാതാളത്തിൽ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നതാ. അതിന് കാരണം നിങ്ങളുടെ കണ്ടമുത്തനാ. കണ്ടമുത്തനാ? കണ്ടമുത്തനെ എങ്ങനെ നിങ്ങളെ മേലേക്ക് എത്തിച്ചു? അങ്ങൊരു മോട്ടോർ ഓൺ ചെയ്തു. മോട്ടോർ ഓണാക്കിയപ്പോഴേക്കാ എന്റെ മനെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന്? അതായത് നാം ദിവസവും കുളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ ഇന്നലെ വൈകുന്നേരം ഒരു കുഴല് മേലെ നിന്ന് വന്ന് ഇറങ്ങുന്നത് കണ്ടു. എന്റെ കുളമാണെങ്കിൽ വറ്റി തുടങ്ങുകയും ചെയ്തു. ഞാൻ വറ്റി നിൽക്കുന്ന കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് കണ്ടമുത്തൻ മുകളിൽ മോട്ടോർ ഓൺ ചെയ്തത്. അത് അവന്റെ കുഴൽക്കിണറായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ടാങ്കിൽ വന്നെത്തി. അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്ന വഴിയാണ്. നമ്മെ പാതാളത്തിലേക്ക് താഴ്ത്തിയെങ്കിലും നമ്മുടെ പ്രജകൾ നന്മയുള്ളവരാണ്. ബാക്കി എല്ലാ അവതാര കഥകളും കേൾക്കുമ്പോൾ അവർ മഹാവിഷ്ണുവിന്റെ പക്ഷത്ത് നിൽക്കും. എന്നാൽ വാമനാവതാരം കേൾക്കുമ്പോൾ ആരും വാമനന്റെ പക്ഷം ചേരാറില്ല. എല്ലാവർക്കും താല്പര്യം നമ്മോട്. അതായത് സാക്ഷാൽ വിഷ്ണു ആണെങ്കിൽ പോലും അസൂയക്കാരനായ ഇന്ദ്രന് വേണ്ടി നന്മ നിറഞ്ഞൊരു രാജാവിനെ ചവിട്ടി താഴ്ത്തിയാൽ പ്രജകൾ നന്മയുടെ പക്ഷത്തെ നിൽക്കുകയുള്ളൂ എന്ന് ഈ പ്രജകൾ തെളിയിക്കുകയാണ് ഓണം ആഘോഷിച്ചു. അതുകൊണ്ടല്ലേ കഥയിൽ വിഷ്ണുവിന്റെ ശത്രുവായിരുന്നിട്ടും ഇന്നും എന്റെ പേരിൽ ഇവിടെ ആഘോഷം നടക്കുന്നത്.